അതാണ് ഞാൻ ഓരോ വീഡിയോയിലും ട്രിക്കും ടിപ്സ് എന്ന് പറയുന്നത്. ആ ട്രിക്കും ടിപ്സും നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഒരു വാഹനം പേടി കൂടാതെ ഓടിക്കാൻ കഴിയുള്ളൂ. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ ആ ഒരു ട്രിക്കും ടിപ്സ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓടിക്കും. പലർക്കും പേടി ഇതുപോലെ വലിയ വാഹനങ്ങൾ വരുമ്പോഴേ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആൾക്കാർ നടന്നു പോകുമ്പോഴേ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് തട്ടുമെന്നുള്ള പേടി, ഇങ്ങനെയൊക്കെയുള്ള പേടികളാണ് പലർക്കും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും ഇങ്ങനെയുള്ള പേടികളാണ്. കറക്റ്റ് ആയിട്ട് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി തട്ടുമെന്നുള്ള പേടി. നമസ്കാരം, ഇന്ന് ക്ലാസ് നടക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ? കല്ലിശ്ശേരി. ഏതാ സ്ഥലം? ഏതാ കല്ലിശ്ശേരി? കല്ലിശ്ശേരി എന്ന് പറഞ്ഞാല് ചെങ്ങന്നൂര്. ഈ കല്ലിശ്ശേരി കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരാൾ ഇതുപോലെ കമന്റ് വന്ന് ചോദിച്ചായിരുന്നു, ഇതുപോലെ റോഡിലൂടെ ഒരു വണ്ടി ഓടിച്ച് കാണിക്കാമോ, ഓടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ പഠിപ്പിച്ചിരിക്കുന്ന ആളിനെ കൊണ്ട് തന്നെയാണ് ഓടിച്ച് കാണിക്കുന്നത്. ഇത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ വണ്ടികൾ ഒരുപാട് കാണാം, ചിലപ്പോൾ വണ്ടികൾ കാണത്തില്ല. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും നമുക്ക് കൃത്യമായിട്ട് എന്താണ് റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എപ്പോഴും ഒരു റോഡിൽ കൂടെ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈഡ് തന്നെ, നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് തന്നെ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യാം, വണ്ടി ഓടിച്ച് പഠിക്കണം. എന്നാൽ മാത്രം, കാരണം നമുക്ക് ഏത് റോഡിലാണെങ്കിലും നമുക്ക് പോകേണ്ടത്, നമുക്ക് റോഡിലൂടെ ഓടിക്കേണ്ട റോഡിന് നമുക്ക് തന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ ആ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കി തന്നെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഏത് റോഡിലൂടെ പോയാലും നമുക്ക് പേടി കൂടാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ പിന്നെ ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പം അതിനൊരു വഴക്കം, നമുക്ക് എത്രത്തോളം കൈക്കും കാലും സ്പീഡ് കിട്ടുന്നുണ്ടോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തൊരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടിയാൽ നമുക്ക് പേടികൾ മാറി എന്ത് ചെയ്തുള്ളൂ, സ്പീഡ് കിട്ടി വണ്ടി ഓടിക്കാൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങനെ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഓടിക്കരുത്. മിററിലേക്ക് നോക്കി എന്ത് ചെയ്യരുത്, നിങ്ങൾ ഓടിക്കരുത്. കാരണം ഞാൻ ആ ക്ലാസ്സിനായി കടന്നു പോകുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം, ഞങ്ങളോട് ബാഗ് ശ്രദ്ധിക്കണം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ബാഗിലേക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് ഭാഗം എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ മേലാതെ. നിങ്ങൾ മുന്നോട്ടാണ് നമ്മുടെ വണ്ടി പോകേണ്ടത്, മുന്നോട്ട് തന്നെ നോക്കിയിരിക്കുക. നമുക്ക് ബാക്കിലേക്ക് പോകുന്ന സമയത്ത്, എന്നാൽ ബാക്കിലേക്ക് പോകുന്ന മിററിൽ നോക്കിയെടുക്കാൻ പറയുന്നതെന്ന് പറയത്തില്ല, എങ്ങോട്ടേലൊക്കെ നോക്കിയെടുക്കുന്നുണ്ടെന്ന് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മുൻപോട്ട് തന്നെ നോക്കിയിരിക്കുക. റിവേഴ്സ് എടുക്കുമ്പോൾ മാത്രം നമുക്ക് ആ മിററിൽ നോക്കിയാൽ നമുക്ക് റിവേഴ്സിനെ പറ്റി എടുക്കുന്നത്. ഞാൻ ആ റിവേഴ്സിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ, കൃത്യമായ കാര്യങ്ങൾ നമ്മളെ വലിയ വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, വാഹനം ഓടിക്കണം അധികം ആഗ്രഹമാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, നമ്മളെ മനസ്സ് മടിപ്പിക്കാറുണ്ട്. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം 1-2 പ്രാക്ടീസ് പോയാലും നിർത്തിക്കോ, പ്രായം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 70, 75, 80 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചപ്പോൾ നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഇത് കുറെ ദിവസം കൊണ്ട് ഓടിക്കുന്ന ഒരാളാണെന്ന് ഓർക്കും. രാവിലെ വന്നപ്പോഴത്തോളം ആളിന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, എന്നെ കൊണ്ട് സാധിക്കുമോ പറ്റുമോ എന്നൊക്കെ ഉള്ള ഇതായിരുന്നു. ആകെ 3-4 മണിക്കൂറായിട്ടുള്ളൂ ഈ സമയം കൊണ്ട് ഈ വണ്ടി ഇത്രയും ഓടിക്കാൻ കഴിയുന്നത്. അപ്പം ഇപ്പൊ പലർക്കും ഇതാണ്, പലരും ഫീഡ്ബാക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണെങ്കിലും പലരും പറയാറുണ്ട്, പിന്നെ ഇതുപോലെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഫീഡ്ബാക്ക് തരാം. ഞാൻ പറഞ്ഞ ഞാൻ ഫീഡ്ബാക്ക് മേടിക്കാറില്ല. എന്റെ വീഡിയോ കാണുന്നത് തന്നെ ഒരു ഫീഡ്ബാക്ക് ആണ് മറ്റുള്ളവർക്ക്. കാരണം നമ്മൾ സ്റ്റിയറിംഗിൽ പോലും തൊടാതെ ഒരു വണ്ടിയെ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഫീഡ്ബാക്ക് ആണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നുവരെയും ഒരാളെ ഫീഡ്ബാക്ക് ഒന്നും വാങ്ങിക്കാത്തതും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നിങ്ങൾ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് വിട്ട് പോകരുത്. അതുപോലെ തന്നെ ഈ കൈക്കും കാലം നല്ലൊരു വഴക്കം കിട്ടിയാല് നമുക്ക് ഏത് റോഡിലും, എത്ര തിരക്കുള്ള റോഡിലും എന്ത് ചെയ്യാം, നമുക്കൊരു വണ്ടി ഓടിക്കാൻ സാധിക്കും. അല്ല, നമുക്ക് തിരക്കിന് പ്രത്യേകതയില്ല, അതുപോലെ തന്നെ കയറ്റത്തിന് പ്രത്യേകതയില്ല, ഇറക്കത്തിന് പ്രത്യേകതയില്ല, അതുപോലെ തന്നെ റിവേഴ്സിന് പ്രത്യേകതയില്ല, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറ്റാനോ ഒരു പ്രത്യേകതയില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാം. അതാണ് ഞാൻ ഓരോ വീഡിയോയിലും ട്രിക്കും ടിപ്സ് എന്ന് പറയുന്നത്. അത് ആ ട്രിക്കും ടിപ്സും നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഒരു വാഹനം പേടി കൂടാതെ ഓടിക്കാൻ കഴിയത്തുള്ളൂ. അത് ഞാൻ
എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ മാത്രമേ ഞാൻ ആ ട്രിക്കും കാര്യങ്ങളും ടിപ്സും ഒക്കെ പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് ആ ട്രിക്ക് ഓരോരുത്തർക്കും ഓരോ മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. അപ്പം അവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ ആ ഒരു ട്രിക്കും ടിപ്സ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓടിക്കുന്നത് സ്റ്റിയറിംഗിലും ക്ലച്ചിലും ബ്രേക്കിലും ആക്സിഡന്റിലും ഗിയറിലും ആണെങ്കിലും അതിലും കൊണ്ട് നമുക്കൊരു വണ്ടി അത് ഇത് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കൊരു വണ്ടി ഓടിക്കണമെന്നില്ല. അവരുടെ മിസ്റ്റേക്ക് എന്താണോ ആ ഒരു മിസ്റ്റേക്ക് മാത്രം ഞാൻ ആളിനോട് തന്നെ ഞാൻ പറഞ്ഞു, ഇന്നതാണ് മിസ്റ്റേക്ക്, അത് മാത്രം ശ്രദ്ധിച്ചാൽ വണ്ടി റോഡിൽ കൂടെ ഓടിക്കാം, ഇന്ന റോഡിൽ കൂടെ ഓടിക്കാം എന്നില്ല. ഏത് റോഡിലും വണ്ടി ഓടിക്കാം. കാരണം നമുക്കൊരു വണ്ടി റോഡിലാണ് ഓടിക്കേണ്ടത്. അപ്പൊ ഇന്ന റോഡിലും വണ്ടി ഓടിക്കാം. ഈ ഒരു മിസ്റ്റേക്ക് മാത്രം നമ്മൾ തന്നെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പേടികൾ മാറി റോഡിൽ കൂടെ വണ്ടി ഓടിക്കാം. പലർക്കും പേടി ഇതുപോലെ വലിയ വാഹനങ്ങൾ വരുമ്പോഴേ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആൾക്കാർ നടന്നു പോകുമ്പോഴേ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് തട്ടുമെന്നുള്ള പേടി, ഇങ്ങനെയൊക്കെയുള്ള പേടികളാണ് പലർക്കും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും ഇങ്ങനെയുള്ള പേടികളാണ്. കറക്റ്റായിട്ട് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി തട്ടുമെന്നുള്ള പേടി, അതുപോലെ തന്നെ വളവ് തിരിക്കുമ്പോൾ ഉള്ള പേടി, വീട്ടിൽ നിന്ന് എടുക്കാൻ പേടി, ഈ പല പല പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോഴേക്കാണ് ഒരു കോൺഫിഡൻസ് കിട്ടി, വാഹനം ഓടിക്കണമെന്നൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.